ഇപ്പോൾ AM ജിഗീഷ്, ഡൽഹി യൂണിയൻ ഓഫ് ജനറൽ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജിഗീഷ്, നിരന്തരമായി ഞങ്ങളുടെ വാർത്താ കാർഡുകൾ 14 കാർഡുകൾ പിൻവലിക്കപ്പെടുകയാണ് 24 മണിക്കൂറിനിടയിൽ. അതിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൾ, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജി സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ വിമർശനം അടക്കം ഉള്ള കാർഡുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അതിനെതിരെ സർക്കാരിനെതിരെ വിമർശിച്ച കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ബിനോയ് വിശ്വത്തിന്റെ വിമർശനവുമായി ബന്ധപ്പെട്ട വാർത്താ കാർഡുകളുണ്ട്. നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളുടെ തലക്കെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമാകുന്ന പ്രമോ കാർഡുകൾ, ഒരു മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമാകുന്ന മായാജാലം ഞങ്ങൾ കണ്ടു. ശ്രീ ജിഗീഷ്, ഇത് മെറ്റയുടെ തലയിൽ വെച്ച്, മെറ്റയുടെ സാങ്കേതിക പിഴവിന്റെ തലയിൽ വെച്ച് ഊരാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, സൈബർ പോലീസിന് മെറ്റ വിശദീകരണം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. സൈബർ പോലീസിന്റെ സോഴ്സിനെ തെറ്റായി പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പടപ്പുകൾ ഉണ്ടായത്. ശ്രീ ജിഗീഷ്, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയ മാധ്യമ പ്രവർത്തനത്തിനെതിരെയുള്ള ഇത്തരം നടപടികൾ പ്രതിഷേധാർഹം തന്നെയാണ്. അത് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സിൽ രാജ്യത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് പഥറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷത്തെയും ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സിൽ രാജ്യത്തിന്റെ റാങ്കിങ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഇപ്പോ ഏത് മാധ്യമ സ്ഥാപനമായിക്കോട്ടെ, മെറ്റ പോലെ, ഗൂഗിൾ പോലെ, ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ ജേർണലിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അത് കേവലം ഒരു ന്യൂസ് ചാനലോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് മീഡിയയോ മാത്രമല്ല, പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇത്തരം സാധ്യതകളെ കൂടി ഉപയോഗിക്കും. ഇപ്പൊ മെറ്റയുടെ ഗൈഡ് ലൈൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മെറ്റ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഈ ഒരു എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഉള്ള ഒരു കണ്ടന്റ് വരികയാണെങ്കിൽ അതിനെതിരെ ഒന്നുകിൽ ഒരു കോർട്ട് ഓർഡർ ഉണ്ടാവണം, അതല്ലെങ്കിൽ അത് ആ രാജ്യത്തെ നിയമങ്ങൾക്കെതിരാവണം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റിന്റെ ലിഖിതമായിട്ടുള്ള ആവശ്യത്തിനനുസരിച്ചാണ് തങ്ങൾ ഇത്തരം കണ്ടന്റുകളെ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെറ്റ വളരെ വ്യക്തമായിട്ട് അവരുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. അപ്പൊ ഇത് എന്താണെന്ന് വ്യക്തമാക്കേണ്ടുന്ന ബാധ്യത രാജ്യത്തെ സർക്കാരുകൾ കൂടിയുണ്ട്. പിന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അനുവദിക്കാതിരിക്കാനുള്ള വിവിധ മാർഗങ്ങൾ തേടുകയാണോ ഗവൺമെന്റുകൾ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ പറ്റില്ല. ഇത് ഈ കഴിഞ്ഞ 10-15 വർഷമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 15-16 കണ്ടന്റുകൾ ഒറ്റ ദിവസത്തിനകത്ത് അപ്രത്യക്ഷമാവുക എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് കൃത്യമായ ഒരു ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയെ അത് പ്രതിഷേധാർഹമാണ്. അതിനെതിരെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകെ തന്നെ അതിന് ഒരു പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളും ഈ വിഷയത്തിൽ റിപ്പോർട്ടറിലെ ജേർണലിസ്റ്റുകൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ ജിഗീഷ്. ഞങ്ങളോട് സംസാരിച്ചത് ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റുകൾ ജനറൽ സെക്രട്ടറിയാണ് ജിഗീഷ് ഇപ്പോൾ സംസാരിച്ചത്.